നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഏത് വ്യക്തിയാണോ ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്നാണ്. അതായത് അവരുടെ രാത്രികാല ചിന്തകളാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ടോ, നിങ്ങൾ ഏത് സിറ്റുവേഷൻസിലൂടെയാണ് അവർ ഇപ്പം നിങ്ങളുമായിട്ടുള്ള ഒരു എനർജിയുമായി കടന്നു പോകുന്നത് എന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. ഏത് സമയത്താണോ നിങ്ങളിത് കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും. അതുപോലെ മാനിഫെസ്റ്റേഷൻ വീഡിയോസുകളാണ് ഓരോന്നും ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങളത് എത്രത്തോളം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടിയാണോ കേൾക്കുന്നത്, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്, അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിലുള്ള ഓരോ പോസിറ്റീവായ കാര്യങ്ങളും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയും നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവാകുന്ന ചിന്തകളെയും നെഗറ്റീവാകുന്ന എനർജികളെയും ഹീലാക്കി കളയുകയും ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങളുടെ വിശ്വാസത്തോടു കൂടി, നിങ്ങൾ എത്രത്തോളം ശക്തമാകുന്ന വിശ്വാസമാണോ ഓരോ ടാറോ റീഡിങ്സിനും നൽകുന്നത്, അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ സാധിക്കുമെന്നത് 100% ഉറപ്പുള്ള കാര്യമാണ്. ടാറോ റീഡിങ്ങിൽ വിശ്വാസമില്ല എങ്കിൽ, ഇതൊക്കെ തട്ടിപ്പായിട്ട് ഫീൽ ചെയ്യുന്നവർ ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് പറ്റുന്ന സാഹചര്യത്തിലേക്ക് പൊയ്ക്കൊള്ളുക. കാരണം നിങ്ങളുടെ അഭിപ്രായം പോലും എന്നെ സംബന്ധിച്ച് എനിക്ക് ആവശ്യമില്ല. കാരണം ഇതെന്നെ അക്സെപ്റ്റ് ചെയ്യുകയും എന്നിലേക്ക് കടന്നു വരികയും എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, എന്നെ പ്രിയപ്പെട്ടതായി കാണുന്നവർക്ക് മാത്രമുള്ള റീഡിങ്സുകളാണ് ഞാൻ നൽകുന്ന റീഡിങ്സുകൾ കേട്ടോ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വാസത്തോടു കൂടി എടുക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് അത് തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുത്തുകയും നിങ്ങളുടെ പെയിൻഫുള്ളാകുന്ന സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് 100% ഹീലാവാനും, നിങ്ങൾക്ക് നല്ലൊരു സിറ്റുവേഷൻ, ഒരു സ്ട്രോങ് ആയ സ്ട്രെങ്തായ എനർജിയിലൂടെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും, നിങ്ങൾ മനസ്സിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഓരോ കാര്യങ്ങളും പ്രപഞ്ച ശക്തിയിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കുമെന്നത് 100% ഉറപ്പാണ് കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എംബറസ് ആണ്. അതായത് നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ചിന്തകൾ മറന്നുകളെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളിൽ തന്നെയാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അതായത് ഏത് സിറ്റുവേഷൻസിലേക്ക് പോയാലും ആ ഒരു വ്യക്തി ഏതൊക്കെ രീതിയിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാലും, നിങ്ങളിൽ നിന്നും എത്രത്തോളം ഒളിച്ചോടാൻ ശ്രമിച്ചാലും, ആ ഒരു വ്യക്തി ചെന്ന് ചേരുന്ന എല്ലാ സാഹചര്യങ്ങളും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻസുകളിലൂടെ മാത്രമാണ് ആ ഒരു വ്യക്തിക്ക് കടന്നു പോകാൻ സാധിക്കുന്നുള്ളൂ. കാരണം അതൊരു പ്രപഞ്ച നിയമം പോലെ, അല്ലെങ്കിൽ പ്രപഞ്ചം നൽകുന്ന ഒരു അനുഗ്രഹം പോലെയാവാം, അല്ലെങ്കിൽ അതൊരു ജഡ്ജ്മെൻറ്റ് പോലെയാകാം. ഈ ഒരു പേഴ്സണെ നിങ്ങളെന്ന് പറയുന്ന ഓർമ്മകളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. ഒരു രീതിയിൽ പറഞ്ഞാൽ വളരെയധികം ഒരു തിരിച്ചറിവിൻ്റെ പാതയിലൂടെ കൂടി അവർ പോകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും സ്വപ്നങ്ങളിൽ പോലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, കാരണം അവർ ഏത് നിമിഷവും അവർ മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഓർമ്മകളെ അവരിൽ നിന്ന് ഹീലാക്കി കളയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് കിട്ടുന്ന ചില ഇൻസിഡൻറ്റുകളാവാം, ചില സാഹചര്യങ്ങളാവാം, അവർ പോകുന്ന എല്ലാ വഴികളിലും നിങ്ങളുടെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യേണ്ടി വരുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നും ഒരു രീതിയിലും രക്ഷപ്പെടാൻ അവർക്ക് പറ്റുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് എപ്പോഴും അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ പേരായാലും, നിങ്ങളുടേതായ രൂപഭാവത്തിലുള്ള വ്യക്തികളെ ആയാലും, നിങ്ങളുടെ സംസാര ശൈലിയിലുള്ള വ്യക്തികളെ ആയാലും, നിങ്ങളുമായിട്ട് പൂർണ്ണമായും നിങ്ങളുടെ പേഴ്സണാലിറ്റിയുമായി കണക്റ്റഡ് ആകുന്ന പല വ്യക്തികളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് കടന്നു പോകേണ്ടി വരുന്ന, നിങ്ങളുടെ ഓർമ്മകൾ വീണ്ടും അവരിലേക്ക് കണക്റ്റഡ് ആകുന്ന, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങളെക്കുറിച്ച് അവരുടെ ലൈഫിൽ അവർക്ക് ചിന്തിക്കേണ്ടി വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് വളരെ
ശക്തമായൊരു മദർ എനർജിയും ഇമോഷണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ടോപ്പ് എനർജിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് കൂടിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം നിങ്ങൾ നൽകിയ സ്നേഹം അത്രത്തോളം പ്രഷ്യസ് ആയിരുന്നു എന്നത് അവർക്ക് മനസ്സിലായിരിക്കുന്നു. അതല്ലെങ്കിൽ അവരത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ചിലപ്പോൾ നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളോട് തുറന്നു പറയുക എന്നതൊക്കെ ഒരു ഈഗോ എനർജി, അതായത് അവരുടേതായ ആ ഒരു തലത്തിൽ നിന്നും താഴേക്ക് വരാൻ, അല്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിനക്ക് ഞാൻ നല്ലൊരു വാല്യൂ എൻ്റെ മനസ്സിൽ നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുക എന്നതൊക്കെ അവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് അവരുടെ അവർക്ക് തുറന്നു പറയാൻ, അവരുടെ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം അതങ്ങ് പ്രകടിപ്പിച്ച എന്തോ കുറച്ചിൽ വരും, അല്ലെങ്കിൽ ഞാനങ്ങ് ചെറുതാകുമെന്നൊക്കെ ഉള്ളൊരു ഈഗോ വളരെ ടോപ്പിൽ നിൽക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. അത് മെയിലായാലും ഫീമെയിലായാലും തീർച്ചയായിട്ടും അങ്ങനെ ഒരു എനർജിയിലാണ് കാണുന്നത്. മാത്രവുമല്ല ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു പ്രഷ്യസ്, നിങ്ങൾ എത്രത്തോളം പൂർണ്ണതയുള്ളതും എത്ര നല്ല ഒരു എനർജറ്റിക്കായ ഒരു ഇതാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ആ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബന്ധത്തിൽ ഒരു മാജിക്ക് നടക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. മാത്രവുമല്ല അവരിലേക്ക് അവർ പോലും അറിയാതെ നിങ്ങളുടെ ഓർമ്മകൾ കടന്നു വരുന്നത് ശരിക്കും ഒരു മാനിഫെസ്റ്റേഷനായി, അതായത് അവരിലേക്ക് പൂർണ്ണമായും അവരുടെ സോളിലേക്കാണ് അത് കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ആ ഒരു സോള് അത് ആഗ്രഹിക്കുന്നു, നിങ്ങളെന്ന് പറയുന്ന പേഴ്സൻ്റെ പ്രസൻസ് അവരിൽ ഉണ്ടാവണം. അത് ആ സോളിന്, അവരുടെ സോളിന് വളരെ സംതൃപ്തി നൽകുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു ഒറ്റപ്പെടലിനെയും അതുപോലെ തന്നെ ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു എനർജിയൊക്കെയാണ് കേട്ടോ. മറ്റെല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ ഒരു വ്യക്തിക്ക് വളരെയധികം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് തൻ്റെ ലൈഫ് എന്തായിരിക്കണം, എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നൊക്കെയുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട്. ഇച്ചിരി ഏജ്ഡായ 40 അബോവ് ഒക്കെ വന്ന വ്യക്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വിവാഹപ്രായമൊക്കെ കഴിഞ്ഞിട്ടും വിവാഹം കഴിക്കാതെ നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയും അല്ലെങ്കിൽ ഒറ്റപ്പെടലിൻ്റെ ഒരു എനർജിയും ഇതിനകത്ത് വളരെ ശക്തമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. വളരെ നല്ല രീതിയിൽ, ഇനി മാര്യേജ് കഴിഞ്ഞ വ്യക്തികളാണെങ്കിൽ പോലും അവരനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടലാണ്. അവരുടെ ലൈഫിൽ അവർക്കൊരു പൂർണ്ണതയില്ല എന്ന് തന്നെ പറയാൻ പറ്റും. എന്താണെങ്കിലും അവരുടെ സോളാണ് ഇതിനകത്ത് ഏറ്റവും പവർഫുള്ളായിട്ട് നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നത്. കൂടാതെ തന്നെ അവരുടെ ലൈഫ് അവർക്ക് നല്ലൊരു ഇന്നർ ഗൈഡൻസും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ഒരു നൈറ്റ് തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിലേക്കൊരു പുതിയ തുടക്കം നടത്തണം എന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു സക്സസ്, ഒരു പ്രതീക്ഷയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് പറയുന്ന ആ ഒരു പേഴ്സണെ സംബന്ധിച്ച്. അതായത് എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു സ്ഥാനം, നിങ്ങൾ അവർക്ക് കൊടുത്ത ആ ഒരു സ്ഥാനം ഒരിക്കലും നഷ്ടപ്പെടുകയില്ല നിങ്ങളുടെ ഹൃദയത്തിലെന്ന് ആ ഒരു വ്യക്തി വളരെയധികം ആഴത്തിൽ വിശ്വസിക്കുന്നുണ്ടെന്ന് തന്നെയാണ് കേട്ടോ കാണാൻ പറ്റുന്നത്. കാരണം എത്രത്തോളം നിങ്ങളെ അവഗണിച്ചാലും, നിങ്ങളെ ഈ ഒരു പേഴ്സൺ മാറ്റി നിർത്തിയാലും ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ കൊടുത്ത ആ ഒരു സ്നേഹവും സാന്നിധ്യവും നിങ്ങളിൽ അതുപോലെ തന്നെ നിലനിൽക്കുമെന്നും അതെന്നും ഒരു പ്രതീക്ഷ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ആ പേഴ്സൺ മനസ്സുകൊണ്ട് ആലോചിക്കുകയും നിങ്ങളോട് ഉണ്ടായിരുന്ന ആ ഒരു ബന്ധത്തെക്കുറിച്ചൊക്കെ ഓർത്ത് വെറുതെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതായത് നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷനാണ് ആ ഒരു പേഴ്സണ് ഒരു സന്തോഷവും ഹാപ്പിനെസ്സൊക്കെ നൽകുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ആ ഒരു ഓർമ്മ അവരെ വളരെയധികം കണക്റ്റ് ചെയ്തു. കാരണം നിങ്ങൾ കുറച്ചധികം നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓവർ കൺട്രോളിങ് നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ ആ ഒരു വ്യക്തിയെ, നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ അമിതമായിട്ട് നിങ്ങൾ കൺട്രോളിങ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം സ്നേഹം, ഒരു പ്രണയം, സ്നേഹം അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റിൻ്റെയൊക്കെ ഒരു പുറത്ത്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണോട് തോന്നി അമിതമാകുന്ന ആഴത്തിലുള്ള വികാരത്തിൻ്റെ പുറത്ത് ാണെന്നുള്ള ഒരു തിരിച്ചറിവും നിങ്ങളുടെ വ്യക്തിക്ക് വളരെ ശക്തമായിട്ട് തോന്നുന്നുണ്ട്. അതായത് നിങ്ങൾ എത്രത്തോളം ആ ഒരു പേഴ്സണെ സ്നേഹിച്ചിരുന്നു അത്രത്തോളം നിങ്ങൾ ആ വ്യക്തിയോട് ചിലപ്പോൾ ഫൈറ്റിംഗ് ചെയ്തിട്ടുണ്ടാവാം, കൺട്രോളിങ് ചെയ്തിട്ടുണ്ടാവാം. ആ വ്യക്തിയുടെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ശരിക്കും പിടിവാശി പിടിച്ച ഒരു എനർജി കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയെല്ലാം കടന്നു പോയെന്നാണ് കാണുന്നത്. എന്താണെങ്കിലും ഒരു പാഷനായിട്ട് തന്നെ നിങ്ങളാണ് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ആ പേഴ്സണ് കുറച്ച്
സുഖവും സന്തോഷവും അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന രീതിയിലൊരു സാന്നിധ്യമൊക്കെ ആ വ്യക്തിക്ക് ലഭിച്ചത് നിങ്ങളിൽ നിന്ന് തന്നെയാണ് എന്ന് ആ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല കുറച്ച് ഈഗോയുള്ള പേഴ്സണാണ്. അതുപോലെ സമൂഹത്തിൽ ചിലപ്പോൾ ഒരു ഇച്ചിരി സ്ഥാനമാനങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ മറ്റുള്ളവരാൽ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാവാം ഈ ഒരു പേഴ്സൺ. എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല അവരുടെ ചിന്തകൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു മാനിഫെസ്റ്റിംഗ് എനർജിയിലേക്ക് പോകുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. നമ്മൾ ചിന്തിക്കാണ്ട് തന്നെ നമ്മൾ എന്തിനാണോ അമിതമായിട്ട്, ഇനി നെഗറ്റീവായ കാര്യത്തെയാണേലും നമ്മൾ അമിതമായിട്ട് ചിന്തിക്കുന്നത് എന്താണ് ചെയ്യുന്നത്, നമ്മുടെ സോളിൽ ഓട്ടോമാറ്റിക്കലി അത് മാനിഫെസ്റ്റിംഗ് ആയിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ ഒരു എനർജി, നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ ലൈഫിലും നിങ്ങളുമായിട്ടൊരു കണക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഒരു മാനിഫെസ്റ്റിംഗ് എനർജി വളരെ ശക്തമായിട്ട് ഈ ഒരു ബന്ധത്തിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നൈറ്റ് നിങ്ങളെക്കുറിച്ച് അവർ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ അഗാധമായിട്ട് ചിന്തിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു എനർജി വരുന്നത് കൊണ്ട് അതൊരു മാനിഫെസ്റ്റിങ്ങിലേക്ക് പോകുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. അതായത് ഈ ഒരു ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം ആ ഒരു പേഴ്സണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഒരു വ്യക്തിയുടെ ഒരു ഇമോഷണൽ കൺട്രോളിങ്, അതല്ലെങ്കിൽ ഒരു ഓവർ മെച്യൂരിറ്റിയാണ് എല്ലാ തകർച്ചയ്ക്കും കാരണം. ഓവറായിട്ട് കാണിച്ചു കൂട്ടിയ ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരു സ്റ്റക്നെസ്, അതായത് ഇതിനകത്ത് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുമെന്നുള്ള ഒരു തോന്നലുകളെല്ലാം, അതുപോലെ കറക്റ്റായ രീതിയിൽ ഫോക്കസിങ് ചെയ്യാതെ പോയതും ഒക്കെയാണ് ഈ ഒരു ബന്ധത്തിനകത്തൊരു തകർച്ച വരാൻ കാരണം എന്ന ഒരു തിരിച്ചറിവും ഈ ഒരു പേഴ്സൻ്റെ ഈഗോയും, അതല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ആ ഒരു പൊസിഷൻ അനുസരിച്ച്, അതായത് ഒരു മെച്യൂരിറ്റി ഉള്ളൊരു പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത് കേട്ടോ. നല്ലൊരു ടോപ്പ് എനർജിയിൽ നിൽക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് ഒരുപാട്, അതായത് സമൂഹവുമായിട്ട് കുറച്ച് ഇഴകിച്ചേർന്ന് പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിലേക്ക് ഒരു ഇച്ചിരി മെച്യൂരിറ്റി കാണിച്ചു. കൂടാതെ തന്നെ കുറച്ച് സ്റ്റക്നെസ് ഉണ്ടായി, അതായത് നല്ലൊരു ആക്ഷൻ എടുത്തില്ല ഈ ഒരു ബന്ധത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ ഒന്ന് ഫോക്കസിങ് ചെയ്യാതെ പോയി. ഇതൊക്കെയാണ് ഈ ഒരു ബന്ധത്തിന് തകർച്ച വരുത്തിയത്, അല്ലെങ്കിൽ ഇപ്പോഴീ ഒരു സിറ്റുവേഷൻസിലൂടെ പോകുന്നതെന്ന് ആ ഒരു പേഴ്സൺ ശരിക്കും മനസ്സിലാക്കുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾക്കിടയിൽ ഒരു ബാഡ് കർമ്മ എനർജി, അതായത് ഡെത്ത് ആൻഡ് റീബർത്ത് എനർജി കാണുന്നുണ്ട് കേട്ടോ. ഒരു മുജ്ജന്മ എനർജി കാണുന്നുണ്ട്. ഒരു ലെസൺ പഠിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റ് ലൈഫിൽ എന്തൊക്കെയോ കർമ്മകൾ ബാലൻസ് നിൽക്കുന്നുണ്ടായിരുന്നു എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു കർമ്മ എനർജി ഇവിടെ പൂർത്തീകരിച്ചതായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള ഒരു സെപ്പറേഷൻ്റെ എനർജി നിൽക്കുന്നതെന്ന് കാണുന്നത്. എന്താണെങ്കിലും ഈ ഒരു മാനിഫെസ്റ്റിംഗ് ഒരു മാജിക്കൽ റിലേഷനാണ് നിങ്ങളുടെ റിലേഷൻ എന്ന് പറയുന്നത്. അതുപോലെ അതിനകത്ത് ഇനിയും ഒരു മാജിക്ക് സംഭവിക്കാൻ പോകുന്നു എന്നതും ഈ ഒരു പേഴ്സണ് വ്യക്തമായിട്ടറിയാം. അതായത് നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇപ്പം സെപ്പറേഷൻ പീരീഡ് ആണെങ്കിലും, നിങ്ങൾ ഒരു രീതിയിലും കോണ്ടാക്റ്റിൽ ഇല്ലെങ്കിലും ഈ ഒരു പേഴ്സൻ്റെ ഓർമ്മകളിൽ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. ആ സ്ഥിതിക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു റീബർത്ത്, ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നു. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാൻ പോകുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും വളരെയധികം നല്ല രീതിയിൽ ഈ ഒരു ബന്ധം വീണ്ടും റീക്രിയേറ്റ് ചെയ്യുന്നു പ്രപഞ്ചം എന്നുള്ള ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. എന്താണെങ്കിലും ആ ഒരു പേഴ്സൺ, നിങ്ങൾ മാര്യേജ് സിംഗിൾസ് ആണെങ്കിൽ തീർച്ചയായിട്ടും വിവാഹം എന്നൊരു എനർജിയിലേക്കാണ് ഈ ഒരു റിലേഷൻ്റെ സിറ്റുവേഷൻ പോകുന്നത്. കാരണം ഒരു മൂൺ എനർജി നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാം ഒരു മായ പോലെ ആക്കുകയും എല്ലാത്തിനും ഒരു ഭയത്തോടു കൂടിയും വിരക്തിയോടു കൂടിയും നിന്നിരുന്ന സിറ്റുവേഷൻസ് മാറാൻ പോകുന്നു എന്നും നമുക്ക് വ്യക്തമായിട്ട് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ ഈ ഒരു ബന്ധത്തിനകത്തൊരു സെപ്പറേഷൻ പീരീഡ് വന്നത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഫാമിലിയും കൂടി ഇൻവോൾവ് ആയിട്ടുണ്ട്. സിംഗിളായിട്ടുള്ള എനർജികളിൽ ഫാമിലിയുടെയും മറ്റുള്ളവരുടെയും പുറമേയുള്ള മറ്റ് ചില വ്യക്തികളുടെയും കൈകടത്തലുകൾ വന്നതും നിങ്ങളുടെ ബന്ധത്തെ സ്റ്റക്കാക്കാൻ ഈ ഒരു പേഴ്സൺ ഒന്ന് ആലോചിക്കേണ്ടതായിട്ട് വന്ന ഒരു നിമിഷങ്ങൾ ഉണ്ടായതായിട്ടും കാണുന്നുണ്ട്.
കാണുന്നുണ്ട്. എന്താണെങ്കിലും ഒരു മൂൺ എനർജിയാണ് നിങ്ങളെ ഈ ഒരു സിറ്റുവേഷൻസിലേക്ക്, അതായത് ഒരു മായാവലയത്തിലേക്ക് പെടുത്തിയത്. അതായത് ഈ ഒരു ബന്ധത്തിൻ്റെ പൂർണ്ണതയും ആഴത്തെയും മനസ്സിലാക്കാതെ ആ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങളിൽ നിന്നും ഒരു അകൽച്ച സംഭവിച്ചത്, നിങ്ങൾക്കിടയിൽ ഒരു ശക്തമാകുന്ന അകൽച്ച സംഭവിച്ചത് ആ മൂൺ എനർജിയുടെ പ്രസൻസ് തന്നെയാണ്. ആ ഒരു ചേഞ്ചിങ് വരുമ്പം തീർച്ചയായിട്ടും ആ ഒരു ടൈം പീരീഡും വരുമ്പം ചെറിയ നിരാശ, ദുഃഖം നേരിടേണ്ടി വന്നാൽ തന്നെ തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്കിടയിലുണ്ടാവും. കാരണം ഈ ഒരു പേഴ്സൺ നല്ലൊരു ആക്ഷൻ എടുത്താൽ ഇപ്പോഴത്തെ ഈ ഒരു നിരാശ എന്ന് പറയുന്നത്, ഒറ്റപ്പെടൽ എന്ന് പറയുന്നതും തീർച്ചയായിട്ടും മാറും. കാരണം ഈ ഒരു വ്യക്തിക്ക് പിന്നാലെ നിങ്ങൾ ഒരുപാട് ചെന്നതായിട്ടും ഈ ഒരു പേഴ്സൻ്റെ മുമ്പിൽ നിങ്ങൾ യാചിച്ച് നിന്നതായിട്ടുമുള്ള എനർജി കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയോടൊത്തൊരു ലൈഫ് സിറ്റുവേഷൻ, ഒരു പാർട്ട്ണർഷിപ്പ് എനർജി ആഗ്രഹിച്ചിരുന്നു എന്നത് 100% ഉറപ്പാണ്. അത് ആ ഒരു ടൈമിൽ ആ ഒരു പേഴ്സൺ ഈഗോ ആയിരുന്നു, വളരെ ശക്തമാകുന്ന ഒരു ഈഗോ എനർജിയിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കരിയർ പാത്തിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തു എന്നും നമുക്കിവിടെ എനർജിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ അവർ റിപ്പീറ്റായിട്ട് ചിന്തിക്കുന്നുണ്ട്. അവർക്ക് സംഭവിച്ച ഓരോ മിസ്റ്റേക്കുകളെയും അവർ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് സിറ്റുവേഷൻസ് കൂടി കടന്നു വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് വലിയ മൂല്യം കൽപ്പിക്കാതെ പോയതും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ ഒരു നെഗറ്റീവ് എനർജിയുടെ ബന്ധനം നിങ്ങൾക്കിടയിൽ വന്നിരുന്നു എന്ന് കാണുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കിടയിൽ ഒരു വ്യക്തിക്ക് പവർ ലോസും സംഭവിച്ചു, മറ്റേ വ്യക്തി ഇരയാക്കപ്പെടുകയും ചെയ്തു. അതായത് എനർജികൾ തമ്മിൽ നിങ്ങളോടുള്ള അട്രാക്ഷൻ കുറഞ്ഞു പോയതാണ് ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ഒരു സെപ്പറേഷൻ പീരീഡ് വരാനുണ്ടായ കാരണം. അതായത് നിങ്ങൾക്ക് തമ്മിലൊരു ഫിസിക്കൽ കണക്ഷൻസ് കുറഞ്ഞു എന്ന് തന്നെ പറയാം. അതായത് അട്രാക്ഷൻ ഇല്ലാതായിപ്പോയി പൂർണ്ണമായും. ആ മൂൺ എനർജിയുടെ ശക്തി കൊണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണ്ടിയിരുന്ന ആ ഒരു ആകർഷണം അല്ലെങ്കിൽ ഒരു ഇമോഷൻസ് എന്ന് പറയുന്നത് പൂർണ്ണമായും എൻഡായി പോവുകയും അത് മറ്റൊരു തേർഡ് സിറ്റുവേഷൻസിന് അവിടെ കടന്നു വരാൻ സാധിക്കുകയും ചെയ്തു എന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി. ഇതെല്ലാം ആ ഒരു പേഴ്സണ് ഇപ്പം വ്യക്തമായും മനസ്സിലാക്കാൻ പറ്റുന്നു. ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് നല്ലൊരു ധാരണ വരുന്നുണ്ട്. അതായത് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഈ ഒരു പേഴ്സൺ, എനിക്ക് ഏറ്റവും പ്രഷ്യസും ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട വ്യക്തിയുമായിട്ട് ഒരു സെപ്പറേഷൻ പീരീഡ് വന്നത്, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു കുടുംബ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള വ്യക്തമായ ധാരണ വരുന്നുണ്ട്. നിങ്ങളോട് തോന്നിയ ഒരു വിരക്തി, ഒരു താല്പര്യമില്ലായ്മ, അത് മറ്റൊരു സിറ്റുവേഷൻസിന് അവിടെ കടന്നു വരാൻ കാരണമായി എന്നും അവർ വ്യക്തമായി ചിന്തിക്കുന്നുണ്ട്. എന്താണെങ്കിലും കാലം അനുകൂലമാകുന്നു. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചം നിങ്ങൾ അനുഭവിച്ച വേദനയ്ക്ക് പരിഹാരം അല്ലെങ്കിൽ അതിനൊരു പ്രതിഫലം എന്ന രീതിയിൽ പ്രപഞ്ചം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു. നിങ്ങളുടെ വ്യക്തിയുടെ സോളിനും നിങ്ങൾക്കും ഒരു ആത്മസംതൃപ്തി ലഭിക്കാൻ രീതിയിൽ ഒരു ജഡ്ജ്മെൻറ്റ് നൽകാൻ പോകുന്നത്, നിങ്ങളെടുത്ത എഫോർട്ടിന്, ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ എഫോർട്ട് എടുത്തു എന്ന് തന്നെയാണ് കാണുന്നത്. അതിനൊരു ജഡ്ജ്മെൻറ്റ് നടപ്പിലാക്കപ്പെടുന്നു എന്നാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ സോൾ എനർജിയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി. ആ ഒരു പേഴ്സൻ്റെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും നിങ്ങളെ എടുത്തു മാറ്റാൻ ഒരു ശക്തിക്കും സാധിക്കില്ല എന്ന തെളിവാണ് ഏസ് ഓഫ് കപ്സ് എന്ന കാർഡ് നമ്മളിലേക്ക് വന്നത്. ന്യൂ ബിഗിനിങ് കുറച്ച് താമസമെടുത്തു എങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ന്യൂ ബിഗിനിങ് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അൺകണ്ടീഷണൽ ലവ് എന്ന എനർജിയും നിങ്ങൾ തമ്മിൽ ഒരു സോൾ എനർജി ഉണ്ടെന്നുള്ളത് 100% ഉറപ്പാണ്. ഈ ഒരു റീഡിങ്സ് റെസനേറ്റ് ആയിരിക്കുന്നവരുടെ ലൈഫിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഒരു നല്ല തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഓർമ്മകളിലൂടെ. എന്താണെങ്കിലും നിങ്ങളെക്കുറിച്ച് ആ ഒരു വ്യക്തി വളരെ വേദനയോടുകൂടിയാണ് ചിന്തിക്കുന്നത്. അതായത് നല്ലൊരു കുടുംബം ബന്ധം, അതായത് എല്ലാ രീതിയിലും ഒരു ട്രഡീഷണൽ എനർജിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബ ബന്ധത്തിൽ വന്ന തകർച്ച അല്ലെങ്കിൽ ആ ഒരു ബലഹീനതയെക്കുറിച്ച് വളരെയധികം നിരാശയോടും വേദനയോടും കൂടി കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ സംഭവിച്ച ചീറ്റിംഗ് എനർജി, ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ സിംഗിളായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഒരു വിവാഹം വരെ എത്തിയ ബന്ധത്തിലാണ് ചീറ്റിംഗ് എനർജി സംഭവിച്ചിരിക്കുന്നത്. അതല്ല ഫാമിലി സംബന്ധമായിട്ടുള്ളവരുടെ എനർജി കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ 100% നിങ്ങളുടെ കുടുംബ ബന്ധത്തിൽ സംഭവിച്ച ചീറ്റിങ്ങിനെ കുറിച്ചും ആ ഒരു വ്യക്തിയുടെ
ടു ഫേസ് എനർജി, ആ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ടു ഫേസ് എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തകർച്ചയ്ക്ക് കാരണമായതെന്നും ഇത്രയും ട്രാജഡികൾ ഉണ്ടായതെന്നുമെല്ലാം ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. കൂടാതെ തന്നെ ആ ഒരു വ്യക്തി ഹോൾഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ വളരെ ശക്തമായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ, ഒരു കമ്മ്യൂണിക്കേഷൻ വേണം, ഒരു അണ്ടർസ്റ്റാൻഡോട് കൂടി ഏറ്റവും നല്ല എനർജിയോട് കൂടി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ കൊണ്ടുപോകണമെന്ന് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്തൊരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ ശക്തമാകുന്ന ഒരു കൈകടത്തൽ ഉള്ളത് ആ ഒരു പേഴ്സണ് കൺഫ്യൂഷനും ഭയവും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ബുദ്ധിപൂർവം ആ ഒരു വ്യക്തി ഈ ഒരു ലൈഫിൽ വേണ്ടി, ഈ ഒരു സിറ്റുവേഷൻസിന് വേണ്ടി പ്രവർത്തിക്കുമെന്നതും 100% ഉറപ്പാണ്. കാരണം നിങ്ങൾക്ക് തമ്മിൽ പിരിഞ്ഞു നിൽക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്കിടയിലുണ്ട്. ആ ഒരു കണക്ഷൻസിൻ്റെ എനർജി വെച്ച് അതിനകത്തുണ്ടായിരുന്ന ചില നെഗറ്റീവ് ആകുന്ന സാഹചര്യങ്ങളാണ് നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ പീരീഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ആ ഒരു ടൈം കഴിയുമ്പം തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു പേഴ്സൺ വന്നു ചേരും. കാരണം നിങ്ങളാണ് യഥാർത്ഥമായും കണക്റ്റഡ് ആയിട്ട് പോകേണ്ട വ്യക്തിത്വങ്ങൾ എന്നുള്ളത് 100% ഉറപ്പാണ്. നിങ്ങളുടെ സോളുകൾ കണക്റ്റഡ് ആകുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയും ഒരുപാട് സക്സസ്സുകൾ നേരിടാൻ സാധിക്കുകയും ചെയ്യും രണ്ടു വ്യക്തികൾക്കും. അത് 100% ഉറപ്പായതുകൊണ്ട് ഈ ഒരു പ്രപഞ്ചം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള നടപടി എടുക്കുമെന്നതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി കേട്ടോ. അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.